Hi friends, Assalamu alaikum. Welcome to Shamila's Tasty Recipe. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിഷാണ് ചിക്കൻ ഹനീത്ത്. ഞാൻ ഓൾറെഡി ഒരു മന്തിയുടെ റെസിപ്പി ചെയ്തിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചിക്കൻ ഹനീത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ ഹനീത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൈസസ് പൗഡർ തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, പച്ചമല്ലിയാണ് എടുത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 7 ഏലം, 1 ടീസ്പൂൺ ഗ്രാമ്പൂ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലക്സ്. ഇത് മൊത്തം നമുക്ക് ഒരു 3 മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറേ അധികം ഒന്നും റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഞാനിത് ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം പീസായിട്ടുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച നമ്മളെ ഹനീത്ത് മസാലപ്പൊടി ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മാഗിയുടെ ഒരു 3 ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഉപ്പ് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുനാരങ്ങയുടെയും വിനാഗിരിയുടെയും വെള്ളമാണ് താഴെ കാണുന്നത്. അങ്ങനെ നല്ലതുപോലെ ഇത് മസാല ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ്റെ മാഗി ക്യൂബ് ഇട്ടത് കൊണ്ട് നിങ്ങൾ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇതൊന്ന് അടച്ചു വെച്ച് ചിക്കൻ വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കനെ വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ച് ചിക്കനെ ഒന്ന് കുത്തി ഒക്കെ കൊടുക്കാം. അപ്പോൾ നല്ലോണം ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ചിക്കനെ വെന്തിനെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ചിക്കനും വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം. ഈ വെള്ളം നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ചിക്കൻ വേവിച്ചതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എരിവിനനുസരിച്ച് കുരുമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മുളക് പൊടി ചേർക്കാൻ പാടില്ല. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുലുക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം സ്പാച്ചുല വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ചെയ്യുമ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അധികം ഓയിൽ ഒഴിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇനി നമുക്ക് ഓരോ ചിക്കൻ ഇട്ടിട്ടൊന്ന്
ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കൊന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു രൂപത്തിൽ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ഫ്രൈ ആയിട്ട് എടുത്താൽ മതി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അങ്ങനെ നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ആ സമയത്ത് ഒരു 2 ഏലം, ഒരു 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ബൈ ലീഫ് നടുകെ കീറിയത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു ഉള്ളി സ്ലൈസായി അരിഞ്ഞത് കൊടുക്കാം. എന്നിട്ട് ഉള്ളി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം ലെവലുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഉടയുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു മീഡിയം സൈസുള്ള ഒരു യെല്ലോ ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസുള്ള ഗ്രീൻ ക്യാപ്സിക്കം ക്യൂബ്സായി കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസുള്ള റെഡ് ക്യാപ്സിക്കം ഇതേപോലെ ക്യൂബ്സായി കട്ട് ചെയ്തത്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്കിത് വാട്ടിയെടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് ഞാൻ ക്യാപ്സിക്കം വാട്ടിയെടുത്തിട്ടുണ്ട്. അധികം വാടേണ്ട ആവശ്യമില്ല, കാരണം റൈസ് കുക്കാവുന്ന സമയത്ത് അത് അതിൻ്റെ കൂടെ തന്നെ അങ്ങ് കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചിക്കൻ വേവിച്ച വെള്ളമാണ്. അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ച വെള്ളം വേവുന്ന സമയത്ത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 3 കപ്പ് ചിക്കൻ വേവിച്ച വെള്ളം കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 4 കപ്പ് ബസ്മതി റൈസിന് 6 കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ചിക്കൻ വേവിച്ച വെള്ളം 3 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 കപ്പ് നോർമലായിട്ടുള്ള വെള്ളം ഒഴിക്കണം. ഒരു 3 കപ്പ് നോർമലായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നല്ലതുപോലെ തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ചതാണിത്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് 4 കപ്പ് ബസ്മതി റൈസിന് 6 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വേണ്ടത്. 3 കപ്പ് ചിക്കൻ വേവിച്ച വെള്ളവും 3 കപ്പ് നോർമലായിട്ടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് തിളപ്പിച്ചെടുത്തത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത്
ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ റൈസ് കുക്കായിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. റൈസൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ ഹനീതിൻ്റെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നോക്കാം. എനിക്ക് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള അറബിക് റൈസ് ചിക്കൻ ഹനീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയ അടിപൊളി റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.